അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഇനം കൂൺ അത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി, DXN കമ്പനി. വഹുവ ഫുത്തുറുൻ ദു ഖസായിസ് തിബ്ബിയ്യ വ മുഫീദുൻ ലിസിഹത്തിൽ ഇൻസാൻ. വളരെ വൈദ്യശാസ്ത്രപരമായ പല സവിശേഷതകളുമുള്ള ഒരു കൂണാണ് ഇത്. കൂണിൻ്റെ സവിശേഷതയെ നമ്മൾ തള്ളിപ്പറയുന്നില്ല. കൂണിന് സവിശേഷതയുണ്ടോ, ഔഷധ വീര്യമുണ്ടോ, അതൊക്കെ തീരുമാനിക്കേണ്ടവർ വേറെ ആളുകളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഫത്വയെക്കുറിച്ചാണ് പറയുന്നത്. ഓ മുഫീദുൽ ലിസിഹത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഫലപ്രദമാണ്. ഹസ്ബൽ ബുഹൂസിൽ അരീദത്തിലെത്തി ഉജിരിയത്ത് അലേഹി, ഈ കൂണ് സംബന്ധമായി നടത്തപ്പെട്ട ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉഹുബി കുത്തുബിത്തിബി സീനിബി മലിക്കിൽ ഐഷ, ചൈനീസ് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലേത് പുഷ്പങ്ങളുടെ രാജാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വശിർക്കത്ത് തംതരിക്കു അക്സറമിൻ സിറ്റീന മസ്റഅത്തൻ അലാ മസാഹത്തി 25 ഹെക്ടാർ. ഈ കമ്പനി 60ഓളം കൃഷിയിടങ്ങൾ 25 ഹെക്ടർ വിസ്തീർണത്തിലായി ഉടമപ്പെടുത്തുന്നുണ്ട്. ബിൽ ഇലാഫത്തില മജ്മുഅത്തി മസാനി ലി ഇൻതാജി മുൻതജാത്തിൻ യദ്ഖുലു ഫി ഇൻതാജിഹിൽ ഫുത്തുറുൽ അഹ്മർ. മാത്രമല്ല ഈ കമ്പനിക്ക് ഏതാനും ഫാക്ടറികളുടെ സമുച്ചയമുണ്ട്. ആ കമ്പനികൾ ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിൽ ഈ ഗൈനോഡെർമ എന്ന് പറയുന്ന കൂണും പെടുന്നതാണ്. കൗൻസിലിൻ നസാസി, അതാണ് അടിസ്ഥാനപരമായിട്ട്. ഒമിൻ മുന്തജാത്തി ഷിർക്ക, ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽപ്പെട്ടതാണ് മസ്ഹൂക്ക് ബൗദറത്തിൽ ഫുത്തുറിൽ അഹ്മർ, ഗൈനോഡെർമ പൗഡർ, ബാദു അൻവാഹിൽ കഹ്വ വസായി, ചിലയിനം കാപ്പികളും ചായകളും, മുന്തജാത്തു, അതുപോലെ തന്നെ മുന്തജാത്തുൽ ഇനായത്തി ബിൽ ജിസ്മി മിസ്ലു സാബൂൻ വ ഷാംപൂ വമആജീനിൽ അസ്നാൻ, ശരീര ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോപ്പ്, ഷാംപൂ, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റുകൾ തുടങ്ങിയ സാധനങ്ങളും. ഓയിറുഹൽ കസീർ, ഇതല്ലാതെ വേറെയും ഉൽപ്പന്നങ്ങളുണ്ട്. മിനൽ മുന്തജാത്തി തബീഇയ്യത്തി ലത്തി ലാ തഹ്തവി അലാ മവാദിൻ കീമിയായിയ ഔ സിനാഇയ്യ, കൃത്രിമമോ അതല്ലെങ്കിൽ കെമിക്കൽ പദാർത്ഥങ്ങൾ ഉള്ളതുമായ ഒന്നും ഉൾക്കൊള്ളാത്ത നേച്ചറലായ ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദത്തിബാടി ഉസ്ലൂബി തസ്വീഖി തഖ്ലീദി തക്കൂനിൽ മുന്തജാത്തു ബാഹില, ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം, പരമ്പരാഗതമായ വിപണന രീതി, ഇന്ന് നിലവിലുള്ള പരമ്പരാഗതമായ വിപണന രീതി സ്വീകരിക്കുമ്പോൾ അവിടെ ഉൽപ്പന്നങ്ങൾ വിലപ്പേറുള്ളതാകും, വില കൂടുതലാകും. നിളർലി തക്കാലീഫി തസ്വീഖി തഖ്ലീയി മിൻ ഹൈസു തൗസീഅ് വൽ ഇദാറ വൽ ബുന തഹ്തിയ്യ വത്തംവീൽ. അത് എന്തുകൊണ്ടാണ് വില കൂടുതൽ നോക്കണം. ചോദ്യത്തിൽ തന്നെ നിലവിലിരിക്കുന്ന ചോദ്യം അങ്ങനെയാണ്. നിലവിലിരിക്കുന്ന നിരാക്ഷേപം ലോകത്ത് ഇന്ന് വരെ നടന്നു വന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ലോകത്ത് നടന്നു വന്ന സാർവത്രികമായ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തെ തരം താഴ്ത്തി കാണിച്ചുകൊണ്ട് ആ ചോദ്യം തന്നെ വരുന്നത്. ഇന്ദത്തിബാടി ഉസ്ലൂബി തസ്വീഖി തഖ്ലീദി, പരമ്പരാഗതമായ വിപണന രീതി അനുധാവനം ചെയ്യുമ്പോൾ തക്കൂനിൽ മുന്തജാത്തു ബാഹിലത്വ സമൻ, ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്. നെതറൻലി തക്കാലീഫി തസ്വീഖി തഖ്ലീദി, എന്തുകൊണ്ട് ഈ പരമ്പരാഗതമായ വിപണന രീതിയുടെ ചെലവുകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. മിൻ ഹൈസു തൗസീ, വിഭജന ചെലവ്, അതിന്റെ വിതരണ ചെലവുണ്ട്. വല്ലിദാറ, അതിന്റെ മാനേജിംഗ് ചെലവുണ്ട്. ഉൽബന തഹ്തിയ, കീഴ്ത്തട്ടുകളുടെ ചെലവുണ്ട്. വത്തംവീൽ, മറ്റ് സാമ്പത്തിക മുടക്കുകളുണ്ട്. ഇതുകൊണ്ട് ലീദാ ഫഖദ് ഖാമത്ത് ഹാദിഹിൽ മുഅസ്സസ ബിതബന്നി നിലാമിൻ ഖാസിം ഫി തസ്വീഖിൽ മുന്തജാത്ത്. അതുകൊണ്ട് ഈ കമ്പനി, ഈ സ്ഥാപനം ഇവിടെ ചില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു വ്യവസ്ഥ ആവിഷ്കരിച്ചിരിക്കുകയാണ്. യഖ്തലിഫു അൻ നിലാമി തഖ്ലീദി, ഈ പരമ്പരാഗതമായ ആ സിസ്റ്റത്തിന് വിരുദ്ധമായിട്ട്. വഹുവ ഉസ്ലൂബ് തസ്വീഖ് അൽ മുതഅദ്ദിദിൽ മുസ്തവയാത്ത്, ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം DXN സ്വീകരിച്ചതും കൂൺ ഉൽപ്പന്നങ്ങളാണെങ്കിലും ക്യാൻസർ വരെ മാറ്റും എന്ന് അവകാശപ്പെടുന്ന കൂണിൻ്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരി, അവരും സ്വീകരിച്ചത്, അവർ തന്നെ അവിടെ ഫത്വ ചോദിച്ചുകൊണ്ടുള്ള സുആലിൽ തന്നെ അവർ സമ്മതിക്കുന്നു. ഇത് ഖത്തറിലെ ഉത്തരവാദപ്പെട്ട ഒരാൾക്ക് ഒരു ചോദ്യം സമർപ്പിക്കുകയാണ്. അവർ ഖത്തറിനാണ് ചോദ്യം കൊടുക്കുന്നത്. അതിലും അവർ സമ്മതിക്കുന്നു ഇത് മൾട്ടി ലെവൽ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മൾട്ടി ലെവൽ സ്വഭാവമുള്ള മറ്റ് ബിസിനസ്സുകളുടെ ഹുക്കം എന്താണോ അത് അതിനും ബാധകമാകുന്നതാണ്. ഹൈസുത്തുദിയു ഷിർക്കത്തു ഫുർസത്തൻ ലി സബായിനിഹ, ഈ കമ്പനി അതിലെ കസ്റ്റമേഴ്സിന് ചാൻസ് കൊടുക്കുന്നു. ലി തെർവീജിലി മുന്തജാത്തിഹ, അതിൻ്റെ ഉൽപ്പന്നങ്ങളെ ചെലവഴിക്കുവാൻ. ബഅദ യുജദ്ദിബുൽ മുന്തജാത്തി ബി അൻഫുസിഹിം, സ്വയം ഉൽപ്പന്നങ്ങളൊക്കെ അനുഭവിച്ച് പരിശോധിച്ചതിന് ശേഷം ബിയൻ യഖൂമു ബിശ്റായി മജ്മുഅത്തി മുന്തജാത്തിൻ ബിഹുദൂദി 20 റിയാലിൻ ഒമാനിയൻ, 20
ഒമാൻ റിയാലിന് പകരം 20 ഒമാൻ റിയാൽ കൊടുത്തുകൊണ്ട് ഏതാനും ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങണം. അങ്ങനെ അതോടുകൂടി അവർ ആ മെമ്പറായി. ഒബിത്താരി യൊംകിനുഹുൽ ഇസ്തിഫാദത്ത് മിനൽ മാലിൽ മുഖസ്സസി ലിസുബിലി ദ്യായിയ വൽ വസത്താ. ആ പരമ്പരാഗത മാർക്സിസ്റ്റ് സിസ്റ്റത്തിൽ പരസ്യത്തിന് വേണ്ടിയും ഇടത്തട്ടുകാർക്ക് വേണ്ടിയും നീക്കിവെച്ച സംഖ്യ ഇവർക്ക് നേടാൻ സാധിക്കുന്നു. ഓ തംനഹു സിർഖത്ത് ഫുർസത്ത് തെർവീജി ലിമുന്തചാറ്റിഹ. മാത്രമല്ല കമ്പനി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ചാൻസ് കൂടി കൊടുക്കുന്നു. ലി യക്കൂമു ബി ഇദ്ഖാലി അലാ ജുദത്. പുതിയ മെമ്പർമാരെ ഇതിൽ ചേർക്കുവാനും ഉയ്തിമു മിൻ ഖിലാലിഹ ഹുസൂലിഹിം അലാ ഉമുലാത്തി മുഖാബിൽ മുസ്തറയാത്തിഹിം ശഖ്സിയ. അവരുടെ വ്യക്തിപരമായ പർച്ചേസുകൾക്ക് പിന്നെ കമ്മീഷനുകൾ നേടുവാൻ അവർക്ക് സാധിക്കുന്നു. വകദാലിക്കൽ മബിയാത്തി ലത്തി തത്തിമു അൻ തരീഖിം അബ്റൻ ഇലാമിൻ നിഖാത്ത്. ഇവിടെ PV എന്ന് പറയുന്ന പോയിന്റുകൾ, ആ പോയിന്റ് വാല്യൂ സിസ്റ്റത്തിലൂടെ അവർ ചേർക്കുന്ന ആളുകൾ വാങ്ങുന്ന സാധനങ്ങളുടെയും കമ്മീഷൻസ് അവർക്ക് വാങ്ങാൻ സാധിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നമ്മളിപ്പോൾ മനസ്സിലാക്കി ഈ രീതിയിൽ ഇതിനെക്കുറിച്ച് അത് വിശദീകരിച്ച് വായിക്കുന്നില്ല. ഫത്വ ചോദിച്ചുകൊണ്ട് അവർ എഴുതി അറിയിച്ചിട്ടുള്ള കാര്യത്തിൽ അതിൽ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കമ്മീഷനുകളുടെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 81 PV മുതൽ 299 PV വരെയാണെങ്കിൽ 6%, 300 PV മുതൽക്ക് 999 PV വരെയാണെങ്കിൽ 9%, 1999 മുതൽക്ക് 1000 PV വരെ പർച്ചേസ് നടത്തുന്നുവെങ്കിൽ 12%, അങ്ങനെ 2000 പിന്നെ മുതൽക്ക് 3249 വരെ PV വരുന്ന പിന്നെ പർച്ചേസാണ് നടത്തുന്നതെങ്കിൽ 15%, അതുപോലെ 3250 മുതൽ 5000 വരെയാണെങ്കിൽ പിന്നെ 18%, 5000 എത്തിക്കഴിഞ്ഞാൽ 21%, 6000 എത്തിക്കഴിഞ്ഞാൽ 6000 PV വരുന്ന കച്ചവടമാണ് നടത്തുന്നതെങ്കിൽ 25% കമ്മീഷൻ കിട്ടുന്നു. അപ്പോഴേക്ക് ഇയാളുടെ പദവി സ്റ്റാർ ഏജന്റ് എന്ന പദവിയിൽ ഇയാൾ എത്തിക്കഴിഞ്ഞു. പിന്നെ പദവി എങ്ങനെ കൂടുക? പിന്നെ എങ്ങനെ ഇതിൽ ഡിഎക്ഷനിൽ ആൾ കൂടാതിരിക്കുക? 6000 PV വരുന്ന പർച്ചേസ് ഇയാൾ നടത്തിക്കഴിഞ്ഞാൽ അയാൾ സ്റ്റാർ ഏജന്റായി. പിന്നെ അയാൾ ചേർത്ത ആളുകൾ, അവരുടെ കൂട്ടത്തിൽ 3 സ്റ്റാർ ഏജന്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് പേര് മാറി. ആരെന്താ? കരണ്ടം ഏജന്റ് അമീർ യാക്കൂട്ടി എന്നാണ് അയാൾക്ക് പേര്. 31% അപ്പം കമ്മീഷൻ കിട്ടും. പിന്നെ സ്റ്റാർ ഏജന്റ് 7, അയാൾ ചേർത്ത ആളുകളുടെ കൂട്ടത്തിൽ 7 സ്റ്റാർ ഏജന്റ് വന്നാൽ പേൾ സ്റ്റാറായി അയാൾ മാറുന്നു. നെജും ലുലു എന്ന പേര് കിട്ടുന്നു. അപ്പം 37% ഇയാൾക്ക് കമ്മീഷൻ കിട്ടുന്നു. എന്നാൽ നെജുമു മാസി എന്ന് പറയുന്ന ഡയമണ്ട് സ്റ്റാർ, അതായത് 12 സ്റ്റാർ ഏജന്റ് അയാളുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ഡയമണ്ട് സ്റ്റാറായി. അപ്പം 43% അയാൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് പുറമെ വേറെ ബോണസുകളുണ്ട്, വേറെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും കമ്പനിയിൽ നിന്ന്. പലവിധ പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്, വിദേശ യാത്രകൾ കിട്ടുന്നതാണ്, അങ്ങനെ പലതും കിട്ടുമെന്നാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധമായി ചോദിച്ചപ്പോൾ വളരെ ലാഘവത്തോടുകൂടി ഒരു ആയത്തിൻ്റെ തുണ്ടോ ഒരു ഹദീസിൻ്റെ തുണ്ടോ ഒരു കർമ്മശാസ്ത്ര ഉദ്ധരണിയോ ഒന്നുമില്ലാതെ ഒരു ഫത്വ. എന്താ ഫത്വ? ബഅദ ഹില്ലി തിൽക്കൽ മുൻതജാതി വഖുലുവിഹാ മിന ശുബഹിൽ മുഹരിമത്തി ഫൽ വസ്ഫുൽ മുഖദ്ദമു മിൻ ഖിബലി സായി ലാ യദ്ഹുറു ലനാ ഫീഹി ഹറജുൻ ശറയ്യ മിൻ ഹൈസു തആമലു ബി. ഉൽപ്പന്നങ്ങളൊക്കെ ഹലാലാണെങ്കിൽ അതിൽ ഹറാമാകുന്ന മറ്റ് അബദ്ധങ്ങളൊന്നുമില്ലെങ്കിൽ ഫൽ വസ്ഫുൽ മുഖദ്ദമു മിൻ ഖിബലി, ചോദ്യകർത്താവ് പറഞ്ഞ വിശദീകരണം അനുസരിച്ച് ലാ യദ്ഹുറു ലനാ ഫീഹി ഹറജുൻ ശറയ്യ, മതപരമായിട്ട് തെറ്റൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. മിൻ ഹൈസു തആമലു ബിഹി, ഇങ്ങനെ ഇടപാട് നടത്തുന്ന ഭാഗത്തിൽ കൂടി ഇത് ലൈസ ഫീഹി ശൈഉം മിമ്മാ നുഹിയ അൻഹു ശറഅൻ,